ദേ ഈ കാണുന്ന 2 പെട്ടിയൊന്ന് പൊട്ടിച്ച് നോക്കാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇതിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അമ്മ ഒരു ഫോട്ടോ അയച്ചപ്പം മുതൽ തുടങ്ങിയതാണ്. കാര്യം ഇതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. ദ ഹാൻഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പോട്ട്സാണ്. പക്ഷേ ഈ പോട്ട്സിൽ എന്ത് വെക്കണം, എങ്ങനെ വെക്കണം, ഏത് ഡിസൈനിൽ ഇത് വെക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമാണ്. അതായത് എനിക്ക് കുറച്ച് നാൾ മുന്നേ ഒരു മെയിൽ വന്നിരുന്നു. ആൾ +1 പഠിക്കണേ. ആളിങ്ങനെ ഭയങ്കര വിഷമിച്ച് മെയിൽ അയച്ചേക്കുവാണ്. അതായത് ചേച്ചിയുടെ പോലത്തെ ഒരു ലൈഫല്ല എൻ്റെ ലൈഫ്, ചേച്ചി എവിടേക്കാണ് ട്രിപ്പ് പോകുന്നത്, എന്തൊക്കെ ഗിഫ്റ്റ്സാണ് കിട്ടുന്നത്, എല്ലാവരും ചേച്ചിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ മെയിലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് നമ്മുടെ ലൈഫ് വിലയിരുത്തും. സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ് ക്രിയേറ്ററായി നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ലൈഫിൽ ഹാപ്പിനെസ്സും ഉണ്ടാവും, വിഷമങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ലൈഫ് തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ട്രബിൾസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷിക്കുന്നു എന്ന് കരുതി നാളെ ചിലപ്പോൾ ദുഃഖിക്കാം. നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ഒരാളുടെ ലൈഫ് കണ്ടിട്ട് നമ്മുടെ ലൈഫ് ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നത് ശരിക്കും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ കുറച്ച് സമയമൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ തോണ്ടിയിരിക്കാം. പക്ഷെ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ തലയിലോട്ടെടുത്ത് അതിനകത്തുള്ള ഇമോഷൻസ് നമ്മളെ ഭരിക്കാൻ ഒരിക്കലും ഇടവരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമാണ് ഒരാളുടെ ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുവാണ്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇത് ആളോട് മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതൊരു വീഡിയോ കണ്ടിട്ട് കാണുന്നവരുടെ ലൈഫ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, അവർക്ക് ഒരു സങ്കടങ്ങളും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ലൈഫിൽ സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും കേട്ടോ.